മനുഷ്യജീവിതം ഒരു നീണ്ട യാത്രയാണ്. ജനനം മുതൽ വാർദ്ധക്യം വരെ ഈ യാത്ര നമ്മുടെ കാലുകളിലാണ് കുടികൊള്ളുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ ആദ്യം തന്റെ ചെറിയ കാലുകൾ കൊണ്ട് ഈ ഭൂമിയെ തൊടുന്നു. പതിയെ അതേ കാലുകൾ അവനെ എഴുന്നേൽക്കാനും നിൽക്കാനും നടക്കാനും പഠിപ്പിക്കുന്നു. പിന്നെ അതേ കാലുകൾ ഓടാനും കളിക്കാനും ജോലി ചെയ്യാനും ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പഠിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ കാലുകൾ നമ്മോടൊപ്പം നടക്കുന്നു. അവ നമ്മെ സഹായിക്കുകയും സ്വാതന്ത്ര്യം അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രായം കൂടുന്തോറും ഈ കാലുകൾ തളരാൻ തുടങ്ങുന്നു. ഭാരം തോന്നാൻ തുടങ്ങുന്നു. പലപ്പോഴും വേദനയ്ക്കും ബലഹീനതയ്ക്കും കാരണമാകുന്നു. 60, 70, 80 വയസ്സുള്ള പലരും കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കാലുകൾക്ക് വേദനയുണ്ടാകുന്നു എന്ന് പറയുന്നത് കേൾക്കാം. പടികൾ കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. രാത്രിയിൽ പേശിവലിവോ വിറയലോ അനുഭവപ്പെടുന്നു. ചിലപ്പോൾ കാൽവിരലുകൾ മരവിച്ചു പോകുന്നു. കാലുകൾ ശരീരത്തിന്റെ താങ്ങൽ മാത്രമല്ല, ആത്മാവിന്റെ യാത്രയ്ക്കുള്ള രഥത്തിന്റെ ചക്രങ്ങൾ കൂടിയാണെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുമായിരുന്നു. ശക്തമായ ചക്രങ്ങളില്ലാതെ ഒരു രഥത്തിനും അതിന്റെ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല. അതുപോലെ ശക്തമായ കാലുകളില്ലാതെ ജീവിതയാത്രയും അപൂർണമായിത്തീരുന്നു. കാലുകൾ ദുർബലമാകുമ്പോൾ അത് ശരീരത്തിന്റെ മാത്രമല്ല, നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ കൂടി തകർച്ചയായി മാറുന്നു. കാരണം നടക്കുക, നിൽക്കുക, സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്നത് കേവലം ഒരു ശാരീരിക പ്രവർത്തനമല്ല. ഇത് മനുഷ്യന്റെ അന്തസ്സിന്റെയും സ്വാശ്രയത്വത്തിന്റെയും പ്രതീകമാണ്. തന്റെ കാലുകൾ കാരണം താൻ മറ്റുള്ളവരെ ആശ്രയിക്കുകയാണെന്ന് ഒരു പ്രായമായ വ്യക്തിക്ക് തോന്നുമ്പോൾ അവന്റെ മനസ്സും തകരാൻ തുടങ്ങുന്നു. ആത്മവിശ്വാസം ഇല്ലാതാകുന്നു. എന്നാൽ ഈ ബലഹീനത ഒരു ശാപമല്ലെന്ന് യോഗാനന്ദൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലും ആത്മാവിലും പുതിയ ജീവശക്തി നിറയ്ക്കാനുള്ള ദൈവത്തിന്റെ സൂചനയാണിത്. നമ്മുടെ ജീവിതം സന്തുലിതമാക്കാനും നമ്മുടെ ഭക്ഷണവും ചിന്തകളും ശുദ്ധീകരിക്കാനും കാലുകളിലേക്ക് വീണ്ടും ഊർജം കൊണ്ടുവരാനുമുള്ള ഒരു അവസരമാണിത്. എന്നാൽ കാലുകളിൽ ബലഹീനതയുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നതാണ് ചോദ്യം. ഇത് പ്രായം കൊണ്ടു മാത്രമാണോ? ഇത് കേവലം സമയത്തിന്റെ സ്വാധീനമാണോ? ബലഹീനത പേശികളുടേത് മാത്രമല്ല, ഉള്ളിലെ ജീവശക്തിയുടേതു കൂടിയാണെന്ന് യോഗാനന്ദൻ പറയുന്നു. ജീവശക്തി കുറയുമ്പോൾ കാലുകൾക്ക് ക്ഷീണവും വേദനയും മരവിപ്പും അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ രക്തചംക്രമണം മന്ദഗതിയിലാകുമ്പോൾ ഓക്സിജനും പോഷണവും കാലുകളിൽ പൂർണ്ണമായി എത്തില്ല. ഇത് പേശികളെ ദുർബലമാക്കുകയും വേദനയ്ക്കും തരിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുടെ കുറവ് എല്ലുകളെ ദുർബലമാക്കുന്നു. ശരീരത്തിന് ആവശ്യത്തിന് സൂര്യപ്രകാശവും പോഷണവും ലഭിച്ചില്ലെങ്കിൽ എല്ലുകൾക്ക് വേദന തുടങ്ങും. ദീർഘനേരം ഒരേ ഇരിപ്പ് തുടരുന്നത് പേശികളിൽ കാഠിന്യമുണ്ടാക്കുന്നു. ആധുനിക ജീവിതശൈലി നമ്മെ വാഹനങ്ങളുടെയും കസേരകളുടെയും അടിമകളാക്കി. ഫലമോ പണ്ട് നടന്നിരുന്നതുപോലെ ഇപ്പോൾ നമ്മൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് കാലിലെ പേശികൾ കഠിനവും ദുർബലവുമായിത്തീരുന്നത്. ചിലപ്പോൾ ഞരമ്പുകളിലെ രക്തസമ്മർദ്ദമോ നാഡീവ്യൂഹത്തിന്റെ ബലഹീനതയോ കാലുകളിലെ മരവിപ്പിനും തരിപ്പിനും കാരണമാകുന്നു. എന്നാൽ ഏറ്റവും വലിയ കാരണം മനസ്സിന്റെ അവസ്ഥയാണ്. മനസ്സിന് ഭാരം കൂടുന്തോറും ശരീരത്തിനും ഭാരം കൂടുമെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. ഉത്കണ്ഠയും സമ്മർദ്ദവും നിരാശയും കാലുകളിലെ ക്ഷീണം വർദ്ധിപ്പിക്കുന്നു. കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കാലുകൾക്ക് ഭാരം അനുഭവപ്പെടുന്നുവെന്ന് പല മുതിർന്നവരും പറയുന്നു. പടികൾ കയറുമ്പോൾ കാൽമുട്ടുകളിൽ ജീവനില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. രാത്രിയിൽ കാലുകൾക്ക് വിറയൽ വന്ന് ഉറക്കം ഞെട്ടുന്നു. ഇവയെല്ലാം ശരീരത്തിന്റെ സൂചനകളാണ്. തനിക്ക് പുതിയ പോഷണം വേണമെന്ന് ശരീരം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. പുതിയ ജീവശക്തി അതിനാവശ്യമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ഭക്ഷണം കൊണ്ടല്ല, ജീവശക്തി കൊണ്ടാണെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. ആ ജീവശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമാണ് ഭക്ഷണം. ഭക്ഷണം ശുദ്ധമല്ലെങ്കിൽ, അതിൽ ജീവശക്തിയില്ലെങ്കിൽ ശരീരം പതുക്കെ ദുർബലമാകാൻ തുടങ്ങുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷണം പലപ്പോഴും വയറു നിറയ്ക്കാനുള്ള ഒരു മാർഗം മാത്രമായി മാറിയിരിക്കുന്നു. പാക്ക് ചെയ്ത ഭക്ഷണങ്ങളും വറുത്തതോ രാസവസ്തുക്കൾ അടങ്ങിയതോ ആയ ഭക്ഷണങ്ങളും രുചി നൽകുമെങ്കിലും അവയിൽ ജീവശക്തിയില്ല. വയറു നിറയുന്നു, എന്നാൽ ഞരമ്പുകൾക്കും പേശികൾക്കും ആവശ്യമായ ഊർജം ലഭിക്കുന്നില്ല. ഇതുമൂലം പ്രായമാകുന്നതിനു മുമ്പ് തന്നെ കാലുകളിൽ വേദനയും ബലഹീനതയും ഉണ്ടാകുന്നു. എന്നാൽ നമ്മുടെ പൂർവികരെ നോക്കിയാൽ ചിത്രം മറ്റൊന്നായിരുന്നു. 70, 80 വയസ്സുള്ളപ്പോൾ പോലും അവർ പാടത്ത് പണിയെടുത്തിരുന്നു. ദീർഘദൂരം കാൽനടയായി സഞ്ചരിച്ചിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? കാരണം അവരുടെ ഭക്ഷണം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ കഴിച്ചത് പുതിയതും ജീവശക്തിയുള്ളതുമായിരുന്നു. അവരുടെ ഭക്ഷണത്തിൽ പാൽ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. അവർ വെയിലിൽ നിന്നു കഠിനാധ്വാനം ചെയ്തു പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു.
അതുകൊണ്ടാണ് കാലുകളുടെ ബലഹീനത വെറുമൊരു രോഗമല്ലെന്ന് യോഗാനന്ദൻ പറയുന്നത്. ശരീരത്തെയും ആത്മാവിനെയും സന്തുലിതമാക്കാനുള്ള ഒരു അവസരമാണിത്. ശരീരം തളർന്നു എന്ന് സൂചന നൽകുമ്പോൾ നാം അതിനെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് യഥാസമയം മുന്നറിയിപ്പ് നൽകിയതിന് അതിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. ഇപ്പോൾ നാം നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണക്രമവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ഒരു ആഴത്തിലുള്ള കാര്യമുണ്ട്. നമ്മുടെ കാലുകളും മനസ്സും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മനസ്സ് സന്തോഷിക്കുമ്പോൾ നടത്തം സുഗമമാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാലുകൾ വേഗത്തിൽ നീങ്ങുന്നു. എന്നാൽ മനസ്സ് സങ്കടപ്പെടുമ്പോൾ കാലുകൾക്ക് ഭാരം തോന്നുന്നു, നടക്കാൻ തോന്നില്ല. കാലുകളും മനസ്സും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് യോഗാനന്ദൻ പറയുന്നു. മനസ്സിന്റെ അവസ്ഥ കാലുകളുടെ അവസ്ഥയെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് കാലുകളെ ബലപ്പെടുത്താനുള്ള വഴി ഭക്ഷണത്തിലൂടെ മാത്രമല്ല, മനസ്സിനെ ശാന്തമായും സന്തോഷത്തോടെയും നിലനിർത്തുക എന്നതുകൂടിയാണ്. മനസ്സിൽ സമാധാനവും കൃതജ്ഞതയുമുണ്ടെങ്കിൽ കാലുകളും ഊർജ്ജസ്വലമായിരിക്കും. കാലുകളുടെ ബലഹീനതയ്ക്ക് കാരണം പ്രായം മാത്രമല്ല, ജീവശക്തിയുടെ കുറവാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ ജീവശക്തി എങ്ങനെ വീണ്ടെടുക്കാം എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷണമാണ് ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന പാലമെന്ന് യോഗാനന്ദൻ പറയുന്നു. ഭക്ഷണം ശുദ്ധവും ലളിതവും ഊർജ്ജസ്വലവുമാണെങ്കിൽ ശരീരവും ദിവ്യശക്തിയാൽ നിറയും. ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ കാലുകൾക്ക് പുതിയ ജീവൻ നൽകാൻ കഴിയും. നമ്മുടെ കാലുകളിലെ ബലഹീനത മാറ്റാൻ കഴിയുന്ന പ്രകൃതിദത്തമായ നാടൻ ഭക്ഷണങ്ങൾ ഏതാണെന്ന് ഇനി നാം അറിയണം. ഏതെല്ലാം ഭക്ഷണങ്ങളാണ് നമ്മുടെ കാലുകളെ വീണ്ടും ശക്തമാക്കുന്ന ഊർജം നൽകുക? ഇതിലൂടെ പേശിവലിവും തരിപ്പും കുറയുകയും രക്തചംക്രമണം മെച്ചപ്പെടുകയും വാർദ്ധക്യത്തിലും ആത്മവിശ്വാസത്തോടെ നടക്കാൻ കഴിയുകയും ചെയ്യും. ഈ യാത്രയിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്ന അറിവാണിത്. മനുഷ്യശരീരം പ്രകൃതിയുടെ പരീക്ഷണശാലയാണ്. ഈ ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. എന്നാൽ ഭക്ഷണം വെറും വയറു നിറയ്ക്കാൻ മാത്രമല്ല, ജീവശക്തി നൽകാൻ കൂടിയുള്ളതാണ്. ഓരോ ഭക്ഷണത്തിലും ദൈവത്തിന്റെ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുമായിരുന്നു. ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ നാം ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും പോഷിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ ശരീരം ക്ഷീണവും ബലഹീനതയും അനുഭവിക്കുമ്പോൾ ഭക്ഷണം തന്നെ ഏറ്റവും വലിയ മരുന്നായി മാറുന്നു. കാലുകളുടെ കരുത്ത്, എല്ലുകളുടെ ബലം, ഞരമ്പുകളുടെ വഴക്കം എന്നിവയെല്ലാം നമ്മുടെ ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരും പൂർവികരും ശക്തിയുടെയും ദീർഘായുസിന്റെയും രഹസ്യമായി കരുതിയിരുന്ന നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ബദാം, വാൽനട്ട് എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. ഈ ചെറിയ ഡ്രൈ ഫ്രൂട്ട്സ് കാണാൻ ലളിതമാണെങ്കിലും അവയിൽ അത്ഭുതകരമായ ശക്തി മറഞ്ഞിരിക്കുന്നു. ധ്യാനം മനസ്സിന് ശക്തി നൽകുന്നതുപോലെ ബദാമും വാൽനട്ടും തലച്ചോറിനും പേശികൾക്കും ശക്തി നൽകുന്നുവെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. അവയുടെ ആകൃതി പോലും നമുക്ക് സൂചന നൽകുന്നുണ്ട്. വാൽനട്ടിന്റെ ആകൃതി തലച്ചോറ് പോലെയാണ്. ഇത് തലച്ചോറിനും ഞരമ്പുകൾക്കും അമൃതാണ്. ബദാം നീളമുള്ളതും മിനുസമുള്ളതുമാണ്. ഇത് നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ശക്തി നൽകുന്നു. ഇതൊരു യാദൃച്ഛികമല്ല, പ്രകൃതിയുടെ സന്ദേശമാണ്. മുതിർന്ന ആളുകളുടെ കാലുകളിലെ ബലഹീനതയുടെ ഒരു പ്രധാന കാരണം ഞരമ്പുകൾക്കും പേശികൾക്കും ആവശ്യമായ പോഷണം ലഭിക്കാത്തതാണ്. വാൽനട്ടും ബദാമും ഈ കുറവ് നികത്തുന്നു. അവയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ഞരമ്പുകൾക്ക് വിശ്രമം നൽകുകയും രക്തചംക്രമണം സുഗമമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ദിവസവും രാവിലെ കുതിർത്ത 5 മുതൽ 7 വരെ ബദാമും 2 വാൽനട്ടും കഴിക്കുന്ന ആളുകളുടെ കാലുകളിൽ പുതിയ ജീവൻ ലഭിക്കുന്നത്. പേശിവലിവ് കുറയുന്നു, ക്ഷീണം മാറുന്നു, പേശികൾക്ക് വീണ്ടും വഴക്കം ലഭിക്കുന്നു. ഇവ രുചിക്ക് വേണ്ടി മാത്രം കഴിക്കരുതെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. അവ കൃതജ്ഞതയോടെ കഴിക്കുക. ഓരോ ഉരുളയിലും നിങ്ങൾ ദൈവാനുഗ്രഹം സ്വീകരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായിരിക്കണം. ഭക്ഷണത്തിൽ കൃതജ്ഞത കൂടി ചേരുമ്പോൾ അതിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ധ്യാനിച്ച ശേഷം കുതിർത്ത ബദാമും വാൽനട്ടും കഴിച്ചാൽ അത് ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും സുസ്ഥിരവും ശാന്തവുമാക്കുന്നു. ഇത് കാലുകളിൽ ഊർജം നിറയ്ക്കുകയും തലച്ചോറിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നടക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നുവെന്ന് പലരും പറയുന്നു. കാലുകൾക്ക് ഭാരം തോന്നുന്നു. ഇത് വെറും ശാരീരിക ബലഹീനത മാത്രമല്ല, മസ്തിഷ്കത്തിന്റെയും ഞരമ്പുകളുടെയും ക്ഷീണം കൂടിയാണ്. ഞരമ്പുകൾ ശരിയായി പ്രവർത്തിക്കാത്തപ്പോൾ സന്ദേശങ്ങൾ പേശികളിലേക്ക് കൃത്യമായി എത്തില്ല. ബദാമും വാൽനട്ടും ഈ മുഴുവൻ വ്യവസ്ഥയ്ക്കും പോഷണം നൽകുന്നു. ഇത് കഴിക്കുന്നതിലൂടെ തലച്ചോറിന്റെ പ്രവർത്തനവും ഓർമ്മശക്തിയും മെച്ചപ്പെടുകയും കാലുകൾക്ക് സ്ഥിരത ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യോഗാനന്ദൻ ഇതിനെ കേവലം ഭക്ഷണമല്ല, ജീവനുള്ള ഔഷധം എന്ന് വിളിച്ചത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭക്ഷണത്തിലേക്ക് കടക്കാം. എള്ളും ശർക്കരയും. ഭാരതീയ പാരമ്പര്യത്തിൽ എള്ളും ശർക്കരയും ഐശ്വര്യപ്രദമായി കണക്കാക്കപ്പെടുന്നു.
എള്ളും ശർക്കരയും ചേർത്ത ലഡു വിതരണം ചെയ്യുന്ന പാരമ്പര്യമുണ്ട്. എന്നാൽ ഇത് വെറുമൊരു പാരമ്പര്യമല്ല. ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. എള്ള് കാൽസ്യത്തിന്റെ കലവറയാണ്. ശർക്കരയിലാകട്ടെ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇവ രണ്ടും ചേരുമ്പോൾ അത് എല്ലുകൾക്ക് കരുത്തും രക്തത്തിന് ശക്തിയും നൽകുന്നു. പ്രായമായവർ നേരിടുന്ന വലിയൊരു പ്രശ്നം എല്ലുകളുടെ ബലഹീനതയാണ്. പ്രായം കൂടുന്തോറും എല്ലുകളുടെ സാന്ദ്രത കുറയുന്നു. ഇതുമൂലം നടക്കുമ്പോൾ വേദനപ്പടികൾ കയറാൻ ബുദ്ധിമുട്ടിടയ്ക്കിടെ പേശിവലിവ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. എള്ളും ശർക്കരയും ഈ കുറവ് പരിഹരിക്കുന്നു. എള്ള് ശരീരത്തിന് കാൽസ്യം നൽകുകയും എല്ലുകളെ ശക്തമാക്കുകയും ചെയ്യുന്നു. ശർക്കര ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് രക്തത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും സന്തോഷം നൽകണമെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. എള്ളും ശർക്കരയും ചേർത്ത മിശ്രിതം ഇതാണ് ചെയ്യുന്നത്. അതിന്റെ മധുരരുചി മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിന് ഊർജവും നൽകുന്നു. ഇത് പ്രകൃതിയുടെ ദിവ്യമായ സമ്മാനമാണ്. രാവിലെയോ ഉച്ചയ്ക്കോ എള്ളും ശർക്കരയും ചേർത്ത ഒരു ചെറിയ ലഡു കഴിക്കുന്നത് കാലുകളിലെ എല്ലുകൾക്ക് ഇരുമ്പ് പോലെയുള്ള കരുത്ത് നൽകുന്നു. ശർക്കര രക്തചംക്രമണവും വർദ്ധിപ്പിക്കുന്നു. രക്തം ശരീരം മുഴുവൻ സുഗമമായി ഒഴുകാൻ തുടങ്ങുമ്പോൾ കാലുകളിലെ മരവിപ്പും തരിപ്പും കുറയുന്നു. പല മുതിർന്നവരും രാത്രിയിൽ തങ്ങളുടെ കാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ഇത് പ്രധാനമായും രക്തക്കുറവ് അല്ലെങ്കിൽ ഞരമ്പുകളുടെ ബലഹീനത കൊണ്ടാണ് സംഭവിക്കുന്നത്. എള്ളും ശർക്കരയും പതിവായി കഴിക്കുന്നത് ഈ പ്രശ്നം വലിയൊരു പരിധിവരെ ഇല്ലാതാക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ശൈത്യകാലത്ത് എള്ളും ശർക്കരയും കഴിച്ചിരുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു പാരമ്പര്യം മാത്രമായിരുന്നില്ല, അതൊരു ശാസ്ത്രമായിരുന്നു. ശൈത്യകാലത്ത് ശരീരത്തിന് കൂടുതൽ ഊർജവും ശക്തിയും ആവശ്യമാണ്. എള്ളും ശർക്കരയും ആ ഊർജം നൽകുന്നു. അവ ശരീരത്തെ ഉള്ളിൽ നിന്ന് ചൂടാക്കി നിലനിർത്തുകയും എല്ലുകളെ ശക്തിപ്പെടുത്തുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് പ്രായമായവർ ഇത് കഴിച്ചതിനു ശേഷം ദീർഘകാലം ആരോഗ്യത്തോടെയിരുന്നത്. ഭക്ഷണത്തെ ഒരു മരുന്നായി കാണാനാണ് യോഗാനന്ദൻ പറഞ്ഞത്. ഒരു രോഗി എങ്ങനെ കൃത്യസമയത്തും ശ്രദ്ധയോടെയും മരുന്ന് കഴിക്കുന്നുവോ, അതുപോലെ കൃത്യസമയത്തും കൃതജ്ഞതയോടെയും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ ഭക്ഷണം മരുന്നായി മാറും. എള്ളും ശർക്കരയും കൃത്യമായി ശ്രദ്ധയോടെ കഴിക്കുകയാണെങ്കിൽ അത് കാലുകളുടെ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കും. ബദാം, വാൽനട്ട്, എള്ള്, ശർക്കര തുടങ്ങിയവ സാധാരണയായി കാണപ്പെടുന്ന ഭക്ഷണങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ അവ നമ്മുടെ കാലുകൾക്ക് ശക്തി പകരുന്ന കലവറകളാണെന്ന് നോക്കൂ. ഇത് ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും കരുത്ത് നൽകുന്നു. ഇവ കഴിക്കുന്നതിലൂടെ നമുക്ക് വീണ്ടും അതേ ആത്മവിശ്വാസത്തോടെ നടക്കാൻ കഴിയും. ജീവിതയാത്ര ലളിതവും ആനന്ദകരവുമാക്കാൻ അതേ ശക്തി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. മനുഷ്യന്റെ എല്ലാ രോഗങ്ങൾക്കുമുള്ള പരിഹാരം പ്രകൃതി തന്റെ ഉള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഭൂമിമാതാവിന്റെ മടിത്തട്ടിൽ വളരുന്ന എല്ലാ ചെടികളിലും പച്ചക്കറികളിലും രുചി മാത്രമല്ല, ജീവിതത്തിന് പുതിയ ശക്തി നൽകാനുള്ള കഴിവുകൂടിയുണ്ട്. ഓരോ ഇലയിലും വിത്തിലും പഴത്തിലും സൂര്യപ്രകാശത്തിന്റെയും ഭൂമിയുടെ ഊർജത്തിന്റെയും അംശമുണ്ടെന്ന് പരമഹംസ യോഗാനന്ദൻ പറയുമായിരുന്നു. ഇവ കഴിക്കുമ്പോൾ നാം ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും പോഷിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പച്ചിലക്കറികളെ പുരാതന കാലം മുതൽ ശക്തിയുടെയും ദീർഘായുസിന്റെയും അമൃതായി കണക്കാക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പച്ചിലക്കറികളാണ് പ്രകൃതിയുടെ ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ ഭക്ഷണമെന്ന് മനസ്സിലാക്കാം. ചീര, ഉലുവയില, കടുകില തുടങ്ങിയവയെല്ലാം കാണാൻ ലളിതമാണ്. എന്നാൽ അവയിൽ വിറ്റാമിനുകൾ, ധാതുക്കൾ, ക്ലോറോഫിൽ എന്നിവ നിറഞ്ഞിരിക്കുന്നു. ക്ലോറോഫിൽ എന്നത് സസ്യങ്ങൾ തങ്ങളുടെ ഇലകളിൽ സംഭരിച്ചുവെക്കുന്ന സൂര്യന്റെ നേരിട്ടുള്ള ഊർജമായി നിങ്ങൾക്ക് കണക്കാക്കാം. ഇത് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തചംക്രമണം വേഗത്തിലാകുന്നു, ഞരമ്പുകളിൽ പുതിയ ഊർജം നിറയുന്നു. മുതിർന്നവരുടെ കാലുകളിലെ ബലഹീനതയ്ക്ക് പ്രധാന കാരണം രക്തം ശരിയായ അളവിൽ കാലുകളിൽ എത്തുന്നില്ല എന്നതാണ്. നടക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാൻ കാരണമിതാണ്. പടികൾ കയറുമ്പോൾ കാലുകൾക്ക് ഭാരം തോന്നുകയും രാത്രിയിൽ തരിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പതിവായി പച്ചിലക്കറികൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ രക്തത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നു. ഓക്സിജൻ എളുപ്പത്തിൽ ശരീരം മുഴുവൻ എത്തുകയും കാലുകൾക്ക് ഭാരം കുറയുകയും ശക്തി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ ഇലകൾ കേവലം ഭക്ഷണമല്ല, സൂര്യന്റെ ജീവനുള്ള അനുഗ്രഹമാണെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. പാടത്ത് പണിയെടുക്കുന്ന കർഷകർ വളരെ ലളിതമായ ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അവരിൽ ഊർജത്തിന്റെ കുറവില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ ഭക്ഷണം നേരിട്ട് മണ്ണുമായും സൂര്യനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ പുതിയ പച്ചിലക്കറികൾ കഴിക്കുന്നു. ഇത് ജീവിതകാലം മുഴുവൻ അവരെ ശക്തരാക്കി നിലനിർത്തുന്നു. മുതിർന്നവർ ചീരയോ മറ്റു പച്ചിലകളോ കഴിക്കുമ്പോൾ അത് അവരുടെ ശരീരത്തിന് ഇരുമ്പും കാൽസ്യവും നൽകുക മാത്രമല്ല, കാലുകളിലെ പേശിവലിവും കാഠിന്യവും കുറയ്ക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും 3-4 തവണ പച്ചിലക്കറികൾ കഴിക്കണമെന്ന് പുരാതന ആയുർവേദം പറയുന്നത്. ഭക്ഷണം ഒരിക്കലും തിടുക്കത്തിലോ അശ്രദ്ധയായോ കഴിക്കരുതെന്ന് യോഗാനന്ദൻ എപ്പോഴും പറയുമായിരുന്നു. ഓരോ ഉരുള പച്ചക്കറിയും നിങ്ങൾ കൃതജ്ഞതയോടെ കഴിക്കുമ്പോൾ ആ ഭക്ഷണം നിങ്ങളുടെ ഉള്ളിൽ ജീവശക്തിയായി ഉണരുന്നു. ഈ ശക്തി കാലുകളിലെത്തുകയും അവിടുത്തെ ക്ഷീണവും വേദനയും മാറ്റുകയും ചെയ്യുന്നു. ഉറങ്ങുമ്പോൾ കാൽവലിവ് അനുഭവപ്പെടുന്നു എന്ന് പലപ്പോഴും മുതിർന്നവർ പറയാറുണ്ട്. ശരീരത്തിൽ പൊട്ടാസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കുറവാണ് ഇതിന് ഒരു കാരണം. പച്ചിലക്കറികൾ ഈ ധാതുക്കളുടെ കലവറയാണ്. ഇവ ശരീരത്തിന് ലഭിക്കുമ്പോൾ പേശിവലിവ് കുറയുകയും ഉറക്കം ഗാഠമാവുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു അമൃതഭക്ഷണത്തെക്കുറിച്ച് പറയാം: പാലും മഞ്ഞളും. ഭാരതീയ പാരമ്പര്യത്തിൽ പാല് സമ്പൂർണ്ണ ആഹാരമായും മഞ്ഞൾ ഔഷധങ്ങളുടെ റാണിയായും കണക്കാക്കപ്പെടുന്നു. ഇവ രണ്ടും ചേരുമ്പോൾ ശരീരത്തിന് ഒരു ദിവ്യപാനീയമായി മാറുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും കൂടിച്ചേരൽ എങ്ങനെ പൂർണ്ണ വെളിച്ചം നൽകുന്നുവോ അതുപോലെ പാലും മഞ്ഞളും ചേരുന്നത് സമ്പൂർണ്ണ ആരോഗ്യം നൽകുമെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. പാൽ എല്ലുകളെ പോഷിപ്പിക്കുന്നു. ഇതിൽ കാൽസ്യവും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രായമായവരുടെ ദുർബലമായ ശരീരഘടനയെ പിന്തുണയ്ക്കുന്നു. അതേസമയം മഞ്ഞളിൽ കുർക്കുമിൻ എന്നൊരു ഘടകമുണ്ട്. ഇത് വീക്കവും വേദനയും ഇല്ലാതാക്കാൻ അത്ഭുതകരമായ കഴിവുള്ളതാണ്. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നത് കാലുകളിലെ എല്ലുകളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഞരമ്പുകൾക്ക് സമാധാനവും ആശ്വാസവും നൽകുകയും ചെയ്യുന്നു. രാത്രിയിൽ കാലുകളിലെ തരിപ്പും വിറയലും ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഈ പാൽ നല്ല ഉറക്കം നൽകും. ഈ പാൽ കേവലം ഒരു മരുന്നായി കണ്ടു കുടിക്കരുതെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. ഇതൊരു പ്രാർത്ഥന പോലെ സ്വീകരിക്കുക. നിങ്ങൾ മഞ്ഞൾപ്പാൽ തയ്യാറാക്കുമ്പോൾ അതിൽ നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും സമർപ്പിക്കുക. അത് കുടിക്കുമ്പോൾ ഉള്ളിൽ ഈശ്വരനോട് ഇങ്ങനെ പറയുക: അല്ലയോ പ്രഭോ, ഈ പാൽ എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നതുപോലെ എന്റെ ജീവിതത്തിനും പുതിയ ശക്തിയും സ്ഥിരതയും നൽകണമേ. ഭക്ഷണം ഒരു പ്രാർത്ഥനയായി മാറുമ്പോൾ അതിന്റെ ഫലം പല മടങ്ങ് വർദ്ധിക്കുന്നു. നമ്മുടെ പഴയ തലമുറയിലുള്ളവർ എന്തുകൊണ്ടാണ് എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് പാൽ കുടിച്ചിരുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പാൽ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശാന്തമാക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കാലുകൾ ശക്തമായിരുന്നതും രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേറ്റിരുന്നതും. ഇന്നത്തെ കാലത്ത് ആളുകൾ ഈ പാരമ്പര്യം മറന്നുപോയി. എന്നാൽ പാലിന്റെയും മഞ്ഞളിന്റെയും ഈ സംയോജനം കാലുകളുടെ ബലഹീനതയ്ക്കുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ പരിഹാരമാണ് എന്നതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളുടെ കാലുകളിൽ ബലഹീനതയോ വേദനയോ അനുഭവപ്പെടുമ്പോൾ ആദ്യം നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. പച്ചിലക്കറികൾ പകൽ സമയത്ത് ഉൾപ്പെടുത്തുകയും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുകയും ചെയ്യുക. ഇത് കേവലം ഒരു ശാരീരിക ചികിത്സയല്ല, ഇത് ആത്മാവിനും സമാധാനം നൽകുന്നു. ശരീരവും ആത്മാവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. ശരീരത്തിന് പോഷണം ലഭിക്കുമ്പോൾ ആത്മാവും സന്തോഷിക്കും, ആത്മാവ് ശാന്തമാകുമ്പോൾ ശരീരവും ശക്തമാകും. പ്രകൃതിയുടെ ഈ ലളിതമായ സമ്മാനങ്ങളായ പച്ചിലക്കറികളും പാലും മഞ്ഞളും എങ്ങനെ നമ്മുടെ കാലുകൾക്ക് പുതിയ ജീവൻ നൽകുമെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇത് വെറും ഭക്ഷണമല്ല, മറിച്ച് ജീവശക്തിയാണ്. ഇവ ശ്രദ്ധയോടെയും ചിട്ടയായും കഴിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തിലും കാലുകൾ ശക്തമായി തുടരും. മനസ്സ് സന്തോഷമായിരിക്കുകയും ജീവിതയാത്ര ആത്മവിശ്വാസം നിറഞ്ഞതാവുകയും ചെയ്യും. പ്രകൃതി മനുഷ്യജീവിതത്തെ കേവലം ജീവിച്ചു തീർക്കാൻ മാത്രമല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, മറിച്ച് ആരോഗ്യവും കരുത്തും സന്തോഷവും നൽകാൻ എണ്ണമറ്റ അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നെയ്യ്. ഇക്കാലത്ത് ആളുകൾക്ക് നെയ്യ് കഴിക്കാൻ ഭയമാണ്. അതിനെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന ഒന്നായി അവർ കണക്കാക്കുന്നു. എന്നാൽ പുരാതന ഋഷിമാർ നെയ്യെ അമൃത് എന്നാണ് വിളിച്ചിരുന്നത് എന്നതാണ് സത്യം. ശുദ്ധമായ നെയ്യ് വെറും ഭക്ഷണമല്ല, മറിച്ച് ഓജസ്സിന്റെയും ബലത്തിന്റെയും ജീവോർജ്ജത്തിന്റെയും ഉറവിടമാണെന്ന് യോഗാനന്ദനും പറയുമായിരുന്നു. എന്തുകൊണ്ടാണ് എല്ലാ പൂജകളിലും ഹോമങ്ങളിലും നെയ്യ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാരണം നെയ്യ് അഗ്നിയെ കൂടുതൽ ജ്വലിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് ശരീരത്തിൽ ചെല്ലുമ്പോൾ ദഹനഗ്നിയെ ഉജ്ജ്വലിപ്പിക്കുന്നു. ദഹനം മെച്ചപ്പെടുമ്പോൾ ശരീരത്തിന് ലഭിക്കുന്ന ഊർജം പല മടങ്ങ് വർദ്ധിക്കുന്നു. പ്രായമായവരിൽ കാലുകൾ ദുർബലമാകാനുള്ള ഒരു പ്രധാന കാരണം അവരുടെ ദഹനം മന്ദഗതിയിലാകുന്നതാണ്. ഭക്ഷണം ശരിയായി ദഹിക്കില്ല, പോഷണം ശരീരത്തിലെത്തുന്നില്ല, കാലുകൾ സാവധാനം ദുർബലമാകാൻ തുടങ്ങുന്നു. എന്നാൽ അവർ ദിവസവും ചെറിയ അളവിൽ നെയ്യ് കഴിച്ചാൽ അത് ദഹനം മെച്ചപ്പെടുത്തും, സന്ധികൾക്ക് വഴക്കം നൽകുകയും ഞരമ്പുകൾക്ക് ശക്തി പകരുകയും ചെയ്യും. നെയ്യ് ശരീരത്തിലെ ഞരമ്പുകൾക്ക് എണ്ണയായി പ്രവർത്തിക്കുമെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. യന്ത്രം എണ്ണയില്ലാതെ തകരാറിലാകുന്നതുപോലെ നെയ്യില്ലാതെ ശരീരത്തിലെ ഞരമ്പുകളും സന്ധികളും കഠിനമാകുന്നു. ഇതുകൊണ്ടാണ് പ്രായമായവർ നടക്കാൻ തുടങ്ങുമ്പോൾ കാൽമുട്ടുകൾക്ക് വേദന വരുന്നത്, കാലുകളിൽ വേദന തുടങ്ങുന്നു. എന്നാൽ നെയ്യ് ഈ സന്ധികളെ മൃദുലവും ശക്തവുമാക്കുന്നു.
ഇത് ശരീരത്തെ ഉള്ളിൽ നിന്ന് മിനുസപ്പെടുത്തുകയും പുറത്തുനിന്ന് തിളക്കം നൽകുകയും ചെയ്യുന്നു. നെയ്യുടെ സ്വാധീനം ശാരീരികം മാത്രമല്ല, മാനസികം കൂടിയാണ്. ഗുരുകുലങ്ങളിൽ പഠിച്ചിരുന്ന പുരാതന വിദ്യാർത്ഥികൾക്ക് ദിവസവും നെയ്യ് നൽകിയിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തുകൊണ്ട്? അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനാണ്, അവരുടെ ഓർമ്മശക്തി ശക്തമാക്കാൻ. നെയ്യ് തലച്ചോറിനുള്ള ഇന്ധനമാണ്. തലച്ചോറ് ശാന്തവും സുസ്ഥിരവുമായിരിക്കുമ്പോൾ ശരീരവും ശക്തിയാൽ നിറയുന്നു. നെയ്യ് ഭാരമുള്ളതാണെന്ന് പലരും പറയുന്നു. പ്രായമായവർ ഇത് കഴിക്കരുത് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. എല്ലാത്തിനും ഒരു അളവുണ്ടെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. മിതമായ അളവിൽ ഉപയോഗിച്ചാൽ നെയ്യും ഒരു മരുന്നാണ്. രാവിലത്തെ ഭക്ഷണത്തിലോ കറികളിലോ 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് കഴിച്ചാൽ അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തും. പ്രത്യേകിച്ച് കാലുകളിൽ എത്തുമ്പോൾ നെയ്യ് ഞരമ്പുകളുടെ ക്ഷീണം മാറ്റുകയും അവയ്ക്ക് പുതിയ ഊർജം നൽകുകയും ചെയ്യുന്നു. പണ്ടുള്ളവർ എത്ര ദൂരമാണ് കാൽനടയായി സഞ്ചരിച്ചിരുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. തീർത്ഥാടനങ്ങൾ നടത്തി, മലകൾ കയറി, എന്നിട്ടും അവരുടെ കാലുകൾ ശക്തമായിരുന്നു. കാരണം അവരുടെ ഭക്ഷണം ശുദ്ധമായിരുന്നു. അതിൽ നെയ്യുണ്ടായിരുന്നു. നെയ്യ് അവർക്ക് സഹിഷ്ണുത നൽകി. ആ സഹിഷ്ണുത വാർദ്ധക്യത്തിലും അവരെ സജീവമായി നിലനിർത്തി. ഇനി ഭക്ഷണത്തിന്റെ ശരിയായ സമയത്തിലേക്ക് വരാം. വയറു നിറയ്ക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കരുതെന്നും സമയനിഷ്ഠയോടെ ചിട്ടയായി കഴിക്കണമെന്നും യോഗാനന്ദൻ പറയുമായിരുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം അത് ശരിയായി ദഹിപ്പിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭക്ഷണം എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും കഴിച്ചാൽ അതേ ഭക്ഷണം വിഷമായി മാറുന്നു. നോക്കൂ, സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ ഊർജം സാവധാനം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണം ദഹിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. പ്രഭാതഭക്ഷണം ലളിതവും പോഷകപ്രദവുമായിരിക്കണം. ഓട്സ്, പഴങ്ങൾ, പാൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത റൊട്ടി തുടങ്ങിയവ. ഇത് ശരീരത്തെ അന്നത്തെ ദിവസത്തെ മുഴുവൻ തുടക്കത്തിനായി തയ്യാറാക്കുന്നു. ഉച്ചഭക്ഷണം ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഈ സമയത്ത് സൂര്യൻ പൂർണ്ണ ശക്തിയിലായിരിക്കും. നമ്മുടെ ദഹനവും ഏറ്റവും ശക്തമായിരിക്കും. അതുകൊണ്ട് പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചോറ്, റൊട്ടി എന്നിവയ്ക്കൊപ്പം അല്പം നെയ്യും ഈ സമയത്ത് ഏറ്റവും നല്ല ഫലം നൽകുന്നു. ഇത് ശരീരത്തിന് കരുത്ത് നൽകുകയും കാലുകളിലേക്ക് പോഷണമെത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ വൈകുന്നേരത്തെ സമയം വ്യത്യസ്തമാണ്. സൂര്യാസ്തമയത്തിനു ശേഷം ദഹനശക്തി കുറയാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നാം കനത്ത ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കാതെ ശരീരത്തിന് ഭാരമായി മാറും. പ്രായമായ ആളുകൾക്ക് രാത്രിയിൽ കാലുകൾക്ക് ഭാരം തോന്നുന്നതിനും ഉറക്കത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനും കാരണം ഇതാണ്. രാത്രി ഭക്ഷണം എപ്പോഴും ലളിതമായിരിക്കണമെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. സൂപ്പ്, കഞ്ഞിയോ പച്ചക്കറികളോ ചേർത്ത റൊട്ടി എന്നിവ ശരീരത്തിന് വിശ്രമം നൽകുകയും കാലുകളുടെ ക്ഷീണം മാറ്റുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, എപ്പോഴും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുക എന്നതാണ്. ദേഷ്യത്തിലോ ഉത്കണ്ഠയിലോ തിടുക്കത്തിലോ കഴിക്കുമ്പോൾ ഭക്ഷണം ശരിയായി ദഹിക്കില്ല. എന്നാൽ ശാന്തമായ മനസ്സോടെ, കൃതജ്ഞതയോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതേ ഭക്ഷണം അമൃതായി മാറുന്നു. ഭക്ഷണത്തെ ദൈവത്തിന്റെ പ്രസാദമായി കണ്ട് കഴിക്കണമെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നുവെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ശക്തി മാത്രമല്ല, സമാധാനവും നൽകൂ. കാലുകളുടെ കരുത്ത് ദഹനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ സമയത്ത്, ശരിയായ അളവിൽ, ശരിയായ മനോഭാവത്തോടെ ഭക്ഷണം കഴിച്ചാൽ കാലുകൾ ഒരിക്കലും ദുർബലമാകില്ല. ഭക്ഷണത്തോടൊപ്പം അല്പം നെയ്യ് കൂടി ചേർത്താൽ ദീർഘകാലം നിലനിൽക്കുന്ന ശക്തി ഇത് ഞരമ്പുകൾക്കും എല്ലുകൾക്കും നൽകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാലുകൾ ശക്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 2 നിയമങ്ങൾ ഓർക്കുക. ഒന്നാമതായി, നെയ്യ് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. രണ്ടാമതായി, ഭക്ഷണം എപ്പോഴും കൃത്യസമയത്തും മിതമായും കഴിക്കുക. ഇതാണ് ദീർഘായുസ്സിന്റെ രഹസ്യം. ഇതാണ് ആരോഗ്യകരമായ കാലുകളുടെ മന്ത്രം. ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ശരീരത്തിലെ പേശികൾ അയഞ്ഞു തുടങ്ങുകയും എല്ലുകൾ ദുർബലമാവുകയും കാലുകളിൽ വേദന, പേശിവലിവ് അല്ലെങ്കിൽ മരവിപ്പ് എന്നിവ ഇടയ്ക്കിടെ അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ഇത് പ്രായത്തിന്റെ സ്വാധീനമാണെന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ പ്രായം എന്നത് ശരീരത്തിന്റെ ഒരു കണക്ക് മാത്രമാണെന്ന് യോഗാനന്ദൻ പഠിപ്പിക്കുന്നു. ആത്മാവിന് ഒരിക്കലും പ്രായമാകുന്നില്ല. ആത്മാവിന് പ്രായമാകുന്നില്ലെങ്കിൽ ശരീരത്തെയും അതിനൊപ്പം നിലനിർത്താൻ സാധിക്കും. ശരിയായ ഭക്ഷണവും ശരിയായ ബോധവുമാണ് ഇതിന്റെ രഹസ്യം. പുരാതന ഭാരതത്തിൽ ശരീരത്തിന് കരുത്തും ബുദ്ധിയും നൽകുന്നതായി കണക്കാക്കപ്പെട്ടിരുന്ന ഉണങ്ങിയ പഴങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. സന്യാസിമാർ കാടുകളിൽ ജീവിച്ചിരുന്നത് നിങ്ങൾ നോക്കൂ. അവർക്ക് അടുക്കളയുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ പക്കൽ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ബദാം, വാൽനട്ട്, ഉണക്കമുന്തിരി, അത്തിപ്പഴം എന്നിവ യാദൃശ്ചികമല്ല, മറിച്ച് അവരുടെ ബുദ്ധിശക്തിയായിരുന്നു. കാരണം ഇവ വെറും ഭക്ഷണമല്ല, മറിച്ച് തീവ്രമായ ജീവശക്തിയുടെ ഉറവിടമാണ്. ബദാമിന്റെ കാര്യം തന്നെ എടുക്കുക. ആ ചെറിയ വിത്തിൽ ഇത്രയധികം ശക്തി അടങ്ങിയിട്ടുണ്ട്. അത് തലച്ചോറിലെ കോശങ്ങളെ സജീവമാക്കുന്നു.
രക്തത്തെ ശുദ്ധീകരിക്കുകയും എല്ലുകളെ ശക്തമാക്കുകയും ചെയ്യുന്നു. പ്രായമായവർ ദിവസവും രാവിലെ കുതിർത്ത ബദാം കഴിക്കുമ്പോൾ പതുക്കെ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കാനും കാലുകളുടെ ബലഹീനത കുറയാനും തുടങ്ങുന്നു. ബദാം ശരീരമെന്ന യന്ത്രത്തിന്റെ സ്വാഭാവിക ഇന്ധനമാണെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. വാൽനട്ടിനെ നോക്കൂ. ഇതിന്റെ ആകൃതി തലച്ചോറ് പോലെയുള്ളതാണ്. ഇത് ശരിക്കും തലച്ചോറിന്റെ ഭക്ഷണമാണ്. എന്നാൽ അതിന്റെ ഫലം തലച്ചോറിൽ മാത്രമല്ല, ഞരമ്പുകളിലും എല്ലുകളിലും കൂടിയാണ്. വാൽനട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡ് ഞരമ്പുകൾക്ക് വഴക്കം നൽകുകയും കാലുകളിലെ പേശിവലിവും തരിപ്പും കുറയ്ക്കുകയും ചെയ്യുന്നു. ഉണക്കമുന്തിരിയും അത്തിപ്പഴവും രക്തത്തിന് അമൃതാണ്. മുതിർന്ന ആളുകളുടെ കാലുകളിലെ ബലഹീനതയ്ക്ക് മറ്റൊരു കാരണം അവരുടെ രക്തത്തിൽ പോഷണത്തിന്റെ കുറവുണ്ടാകുന്നതാണ്. രക്തം ദുർബലമാകുമ്പോൾ അതിന് പേശികളിലേക്ക് ഓക്സിജനും ശക്തിയും എത്തിക്കാൻ കഴിയില്ല. ഉണക്കമുന്തിരിയും അത്തിപ്പഴവും രക്തം ശുദ്ധീകരിക്കുന്നു. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുകയും കാലുകൾക്ക് പുതിയ ഊർജം നൽകുകയും ചെയ്യുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് എന്നത് ഘനീഭവിച്ച സൗരോർജ്ജമാണെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. പഴങ്ങൾ മരത്തിലുണ്ടാകുമ്പോൾ അവ സൂര്യകിരണങ്ങളെ അവയുടെ ഉള്ളിൽ നിറയ്ക്കുന്നു. എന്നാൽ അതേ പഴങ്ങൾ ഉണങ്ങുമ്പോൾ അവയുടെ ഊർജം കൂടുതൽ കേന്ദ്രീകൃതമാകുന്നു. അതുകൊണ്ടാണ് ചെറിയ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് സാധാരണ ഭക്ഷണത്തിന്റെ വലിയ അളവിൽ നിന്നും ലഭിക്കാത്തത്ര ശക്തി നൽകുന്നത്. എന്നാൽ ഇവിടെയും അതേ നിയമമാണ് അളവും സമയവും. നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് അമിതമായി കഴിച്ചാൽ അത് ശരീരത്തിൽ ചൂടും ഭാരവും ഉണ്ടാക്കും. എന്നാൽ രാവിലെയിലോ പകൽ സമയത്തോ പരിമിതമായ അളവിൽ ഇവ കഴിക്കുകയാണെങ്കിൽ അവ കാലുകൾക്ക് കരുത്ത് നൽകും. ഭക്ഷണത്തിലെ സന്തുലിതാവസ്ഥയാണ് ഏറ്റവും വലിയ രഹസ്യമെന്ന് യോഗാനന്ദൻ പഠിപ്പിച്ചു. ഇനി നമ്മൾ ജീവിതത്തിന്റെ അവസാന മന്ത്രത്തെക്കുറിച്ചും അതിന്റെ നിഗമനത്തെക്കുറിച്ചും സംസാരിക്കും. കാലുകളിലെ ബലഹീനത ശരീരത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മനസ്സും ആത്മാവും കൂടിയുള്ള പ്രശ്നമാണ്. മനസ്സ് ദുർബലമാകുമ്പോൾ ശരീരവും തളരാൻ തുടങ്ങുന്നു. ആത്മാവ് നിരാശനാകുമ്പോൾ കാലുകളിൽ ക്ഷീണം നിറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഉന്നതമായി നിലനിർത്തണമെന്ന് യോഗാനന്ദൻ എപ്പോഴും പറയുമായിരുന്നു. ജീവിതത്തിന്റെ അവസാന കാലത്തും സന്തോഷത്തോടെ ഇരിക്കുന്നവരെ നിങ്ങൾ നോക്കൂ. അവരുടെ ശരീരം ദീർഘകാലം സജീവമായി നിലകൊള്ളുന്നു. എന്തുകൊണ്ട്? കാരണം അവരുടെ മനസ്സ് തോൽവി സമ്മതിക്കുന്നില്ല. അവർ ദിവസവും രാവിലെ ധ്യാനിക്കുന്നു, ദൈവത്തെ ഓർക്കുന്നു, ആത്മാവിന്റെ ശക്തിയെ ഉണർത്തുന്നു. ആത്മാവ് സന്തോഷിക്കുമ്പോൾ കാലുകൾക്കും ഭാരം കുറയുന്നു. ഇനി സങ്കൽപ്പിക്കുക, ഒരു 70 വയസ്സുകാരൻ രാവിലെ എഴുന്നേൽക്കുന്നു. അയാൾ ദൈവത്തിന്റെ നാമം ജപിക്കുന്നു. കുറച്ചുനേരം പ്രാണായാമം ചെയ്യുന്നു. ശേഷം അടുക്കളയിൽ പോയി ഇളം ചൂടുവെള്ളം കുടിക്കുന്നു. കുതിർത്ത ബദാമും ഉണക്കമുന്തിരിയും കഴിക്കുന്നു. തുടർന്ന് പ്രഭാതഭക്ഷണമായി അല്പം നെയ്യ് ചേർത്ത ഓട്സ് കഴിക്കുന്നു. പകൽ സമയത്ത് അവൻ ചിട്ടയായി ഭക്ഷണം കഴിക്കുന്നു. പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചോറ്, റൊട്ടി എന്നിവയ്ക്കൊപ്പം അല്പം സലാഡും. രാത്രി ലളിതമായ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിനു മുമ്പ് ധ്യാനിക്കുന്നു. അവന്റെ ശരീരം എത്രത്തോളം സന്തുലിതമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. കാലുകൾ അവനെ സഹായിക്കുക മാത്രമല്ല, വീണ്ടും ജീവിതം ആസ്വദിക്കാൻ അവനെ അനുവദിക്കുകയും ചെയ്യും. യഥാർത്ഥ ആരോഗ്യം മരുന്നിലൂടെ മാത്രമല്ല ലഭിക്കുന്നതെന്ന് യോഗാനന്ദൻ പറയുമായിരുന്നു. ഭക്ഷണം, ചിന്ത, ധ്യാനം എന്നീ 3 കാര്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. മുതിർന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ്, പുതിയ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുത്തുകയും അവരുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായി നിലനിർത്തുകയും ചെയ്താൽ അവരുടെ പ്രായം അക്കങ്ങളിൽ മാത്രമേ വർദ്ധിക്കൂ, ബലഹീനതയിലല്ല. ജീവിതത്തിന്റെ അവസാന രഹസ്യം ഇതാണ്. നിങ്ങളുടെ കാലുകൾ ശക്തമാക്കുന്നത് ഭക്ഷണത്തിലൂടെ മാത്രമല്ല, ജീവശക്തിയിലൂടെയാണ്. നാം ഭക്ഷണത്തെ പ്രസാദമായി കണക്കാക്കുമ്പോൾ, ധ്യാനത്തിലൂടെ ഉള്ളിലെ ഊർജ്ജമുണർത്തുമ്പോൾ, ദൈവനാമത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ചുവടും ഭാരം കുറഞ്ഞതാകും. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് 60, 70 അല്ലെങ്കിൽ 80 വയസ്സുണ്ടാവുകയും ഇനി നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയും ചെയ്യുന്നുവെങ്കിൽ ഓർക്കുക, ഇപ്പോഴും വൈകിയിട്ടില്ല. നിങ്ങളുടെ ഭക്ഷണക്രമം ശുദ്ധമാക്കുക. ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ് എന്നിവയുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കുക. ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക. മനസ്സ് എപ്പോഴും ഉന്നതമായി നിലനിർത്തുക. നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങൾക്ക് ശക്തി മാത്രമല്ല, ആത്മവിശ്വാസവും നൽകും. യോഗാനന്ദന്റെ ഈ വാക്കുകൾ ഓർക്കുക. മനുഷ്യന്റെ ശരീരം ദൈവത്തിന്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ബലഹീനതയല്ല, മറിച്ച് ശക്തിയും വിശുദ്ധിയുമാണ് നിറയ്ക്കേണ്ടത്.